ഒരു ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെയും കൂടെ ആഗ്രഹമായിട്ട് ഞാൻ പരിഗണിച്ചാൽ മാത്രമേ എനിക്കത് അവരെ ആഗ്രഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഇവൻ ചെറിയൊരു കുട്ടിയാണെങ്കിൽ അവനുണ്ടാവും അവൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ. ചിലപ്പോൾ കിഡ്സ് റൂം വേണ്ടി വരും, ചിലപ്പോൾ പ്ലേ ഏരിയ വേണ്ടി വരും. നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസൈന് തുടങ്ങുന്നതിന് മുന്നേ ക്ലയൻസിൻ്റെ അടുത്ത് പോയിട്ട് അവരെന്താണെന്നുള്ള നമ്മൾ ഫസ്റ്റ് പഠിക്കും. കാരണം അവരെ ആഗ്രഹങ്ങളും അവരെ സ്വപ്നങ്ങളും എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ശരിക്കും എന്താ വെച്ചാൽ അവർ നമ്മളെ ആ വർക്ക് ഏൽപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്വപ്നമാണ്. അതെ. അപ്പോൾ അവർ ആ സ്വപ്നം എങ്ങനെയാണോ കാണുന്നത് അത് ഞങ്ങളും കാണാൻ പഠിക്കണം. അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് എന്ന നിലയിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെയും കൂടെ ആഗ്രഹമായിട്ട് ഞാൻ പരിഗണിച്ചാൽ മാത്രമേ എനിക്കത് അവരെ ആഗ്രഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനിപ്പോൾ എത്ര ടൈം ആയാലും നമ്മൾ അവരെടുത്ത് പോയിട്ട് 1 2 3 മണിക്കൂറായാലും പ്രോപ്പറായിട്ട് അവരെ എല്ലാ മെമ്പേഴ്സും, ഇപ്പോൾ ഒരു ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സ്, ഈവൻ ചെറിയൊരു കുട്ടിയാണെങ്കിൽ അവനുണ്ടാവും അവൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ. ചിലപ്പോൾ കിഡ്സ് റൂം വേണ്ടി വരും, ചിലപ്പോൾ പ്ലേ ഏരിയ വേണ്ടി വരും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു കോൺസെപ്റ്റ് സ്കെച്ചിലേക്ക് നമ്മൾ പോകാറുള്ളൂ.